മാത്രമല്ല ഇങ്ങനെയല്ല പ്രവാചകനോടുള്ള സ്നേഹമെന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ കഴിയുമോ, എങ്ങനെയൊക്കെ പണം തട്ടാൻ കഴിയുമോ, അതിനുള്ള സകലമാന കുതന്ത്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയുമോ നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന പേരിൽ ഇക്കണ്ട കാലമത്രയും പ്രവാചകന്റെ പേരിൽ മുടിമുക്കി നടന്നപ്പോ ഇന്നിതാ ഇക്കൊല്ലം മർക്കസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, കാന്തപുരം ഉസ്താദിന് പ്രവാചകന്റെ ഒറിജിനൽ മുടി കിട്ടിപ്പോയി. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരാ, കഴിഞ്ഞ കൊല്ലം വരെ മുക്കിക്കൊടുത്ത മുടിയേതാ? ഇക്കൊല്ലമാണ് ഒറിജിനൽ മുടി കിട്ടിയെങ്കിൽ ഇതുവരെ മുക്കിവിറ്റ മുടിയേതാ? ഇങ്ങനെ പ്രവാചകന്റെ പേരിൽ മുടിയുടെ പേരിൽ കച്ചവടം ചെയ്യുമ്പോ ഇത് മുജാഹിദുകൾ പറയുമ്പോ പറയുന്നു, കണ്ടോ മുജാഹിദുകൾക്ക് പ്രവാചകന്റെ മുടിയോട് ബർക്കത്തില്ല, അവിടുത്തെ സ്വഹാബാക്കൾ ആദരവ് കാണിച്ച മുടിയല്ലയോ മുജാഹിദുകൾ നിൽക്കുന്നത് കണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുജാഹിദുകൾക്ക് പറയാനുള്ളത് ഇതാ, റസൂലിന്റെ മുടിക്ക് ബർക്കത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബർക്കത്തുണ്ട് ഇല്ല എന്ന് മുജാഹിദുകൾ പറയുന്നില്ല. പക്ഷേ പ്രവാചകന്റെ മുടിയൊന്നും കിട്ടാനില്ല. അതിന്റെ പേരിൽ കച്ചവടം ചെയ്യുമ്പോ മുജാഹിദുകൾ എതിർക്കുന്നുണ്ട്. അഥവാ സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ മുജാഹിദുകളില്ല, സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ മുജാഹിദുകളില്ല കേട്ടോ. റസൂലിന്റെ മുടിയുടെ പേര് പറഞ്ഞിട്ടോ കാന്തപുരത്തിന്റെ മുടിമുക്കി വെള്ളം കൊടുത്താൽ കാസിമി പറഞ്ഞ പോലെ അരിവാൾ രോഗമാണ് കേട്ടോ, അരിവാൾ രോഗമാണ് പിടിപെടുന്നത് എന്ന അറിയുമോ നിങ്ങൾക്ക്? പ്രവാചകന്റെ മുടിമുക്കി വെള്ളം കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ പോലും അത്തറിന്റെ കുപ്പിയിലാ മുടിമുക്കിയിട്ട് 100 രൂപയ്ക്ക് വേണ്ടി വിൽപ്പന നടത്തുന്നത്. എന്നാൽ എന്താ കാന്തപുരം മർക്കസിന്റെ ആളുകൾ വിൽക്കുന്ന മുടിയുടെ സത്യമെന്ത് പറയട്ടെ? അമ്പലക്കടവ് തന്നെ വിശദീകരിക്കട്ടെ. അതുപോലെ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഷയമാണ് തങ്ങളുടെ മുടി. ആ മുടി പോലും വ്യാജമായി കാരന്തൂർ മർക്കസിലുണ്ടെന്ന് തെറ്റായി പ്രചരിപ്പിച്ച് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും പച്ച കള്ളം പറയുന്ന ഈ വിഭാഗം. നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖാദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് തങ്ങളുടെ പേരിൽ ഏത് വിഷയത്തിലായിരുന്നാലും സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം? അതിന്റെ നിജസ്ഥിതി എന്താണ്? ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, കാന്തപുരത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, 1% പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകൾ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങര ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിലുണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ചന്വേഷിച്ചു. ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയാൽ കുഴപ്പമില്ല. അവർ ഓഫീസിൽ പറഞ്ഞു, ഇവിടെ കാന്തപുരം സ്ഥലത്തില്ല, ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ ശ്രീ മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന് ടെലഫോൺ കൊടുക്കാം. അദ്ദേഹം ടെലഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്. കാരണം ലോകത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്. അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിരിസകളുണ്ട്.
ഇവിടെ കാരന്തൂരിൽ എവിടെ നിന്ന് മുടി വന്നു? ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ? ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാനുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരണം തന്നു. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വരട്ടെ, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങളിതിന്റെ മാനേജറല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണം തന്നുള്ള താൽക്കാലികമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെന്നോ ഗുജറാത്തിനോ എവിടെയോ കിട്ടിയതാണ്, എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരോടെ നേരിട്ട് ചോദിച്ചോളിന്നു. അപ്പൊ സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ ശ്രീ മുഹമ്മദ് വൈസിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു കോഴിക്കോട് നാഷണൽ താഴ്വാ കൗൺസിൽ നടത്തിയാണ്. പ്രവർത്തകരുടെ അഭിപ്രായമനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിൽ ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകർ തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി? അതിന്റെ കൃത്യമായ പരമ്പര, ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ സിൽസില ഒന്ന് കാണിച്ചു തന്നാലും മതി. നമുക്ക് ആ സനത് കാണിച്ചു തന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാനാവും. അതെങ്ങനെ മോനെ, സനദിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവാ. ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനദിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ നോക്കി ആ പരമ്പര തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാതെ മോനെ, വിവാദം ഉണ്ടെങ്കിൽ വരട്ടെ. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചത് എന്നെ ആവശ്യപ്പെട്ടു. ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്തിൽ ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി അതിന്റെ സനത് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനതൊന്നും ആവശ്യപ്പെടേണ്ട ആ വിഷയമല്ല, അതിന് തബറുക്കിന്റെ വിഷയമല്ലേ. വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആളുകൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലും ആ മുടിയിട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും തട്ടിപ്പ്. സഹോദരന്മാരെ, ജീവിതം മൊത്തവും തട്ടിപ്പാണ്. ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ പേര് പറഞ്ഞു, ഈ പ്രവാചകന്റെ പേരുടെ മുടി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ അറിയുമോ നിങ്ങൾക്ക്, ഇക്കൊല്ലം ഇതാ പുതിയൊരു പേജിലേക്ക് കടന്നു വരികയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറിജിനൽ മുടി ലഭിച്ചത്രേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാശ്മീരിലെ ബാൻ മസ്ജിദിൽ പ്രവാചകന്റെ മുടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി ഇതാ കോഴിക്കോടും വലിയൊരു ബിസിനസിന്റെ മസ്ജിദ് തുടങ്ങുന്നു. അറിയുമോ നിങ്ങൾക്ക് എന്റെ സഹോദര, ഇവിടെ തന്നെ അടിച്ചിറക്കുകയാണ്. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കാന്തപുരത്തിന് കിട്ടിയത് എന്നറിയുമോ? ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം എന്ന പേരിൽ ഒരു ലഘുലേഖ 2011 ഫെബ്രുവരി 5 ശനിയാഴ്ച വൈകുന്നേരം വളപട്ടണം ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്യാമ്പസിൽ ഹൈവേ PO വളപട്ടണം എന്ന പേരിൽ അടിച്ചിറക്കിയ ലഘുലേഖ. ആ ലഘുലേഖയുടെ 2ാമത്തെ പേജിൽ നിങ്ങൾ നോക്ക്, എങ്ങനെയാണ് കാന്തപുരം ഉസ്താദിനെ കൃത്യമായിട്ട് പ്രവാചകന്റെ ഒറിജിനൽ മുടി കിട്ടി എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അനാഥ മക്കളിൽ നിന്ന് മർക്കസിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉന്നത നേതൃത്വത്തിലെത്തിയ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും അതുപോലെ സുന്നി മർക്കസും അഭിമാനത്തിന്റെ ആത്മീയ അനുഭൂതിയുടെ മഹാവിഹായസിലാണ് ഇന്നുള്ളത്. കാരണം മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ശ്രദ്ധിക്കണേ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ സ്വഹാബയെ റളിയല്ലാഹു അൻഹുമിനെ ഏൽപ്പിച്ച അവിടത്തെ വിശുദ്ധ കേശം പ്രസിദ്ധമായ ഖസറജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്തഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വന്യനായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാ.
എന്റെ സഹോദരന്മാരെ, എന്താ ഇവിടെ പറഞ്ഞത് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ സ്വഹാബികളെ ഏൽപ്പിച്ചതായ മുടിയുണ്ടല്ലോ, അത് ഇന്നത്തെ ഖസ്റജ് ഗോത്രത്തിന്റെ നടത്തിപ്പുകാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം കാന്തപുരത്തിന്റെ കയ്യിൽ കൊടുക്കാൻ. എന്തിനാ? അത് കോഴിക്കോട് മർക്കസിൽ സൂക്ഷിക്കാൻ പ്രവാചകന്റെ നിർദ്ദേശമാണത്രേ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ എന്നിട്ട് രേഖപ്പെടുത്തുകയാണ്, അതേ പ്രവാചക പ്രേമികൾക്ക് ഇതിലപ്പുറം എന്ത് ആനന്ദകരമാണ് ഇനി വേണ്ടത്? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ തൃപ്തിപ്പെട്ടെന്ന് കേൾക്കുമ്പോ അത് കേൾക്കുവാനും ആനന്ദിക്കാനും നമുക്ക് ആയുസ് നൽകിയ സർവശക്തനായ നാഥാ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് സഹോദരന്മാരെ ആലോചിക്കോ. കാന്തപുരം ഉസ്താദിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെട്ടത്രേ. അതറിയാൻ കഴിഞ്ഞതാ നമുക്ക് ഈ ആയുസ്സിൽ കിട്ടിയ നേട്ടമെന്ന് പറയുമ്പോ എന്റെ സഹോദരന്മാരെന്ന് ആലോചിച്ചൊക്കെ എവിടേക്കാ ഈ സമൂഹത്തിന് കൊണ്ടുപോകുന്നത് എന്താ? എന്നിട്ട് ഈ മുടി കിട്ടിയപ്പോ എന്ത് ചെയ്തു എന്നാ? കോഴിക്കോട് കൊണ്ടുവന്നു. കോഴിക്കോടിന് 40 കോടിക്ക് ഒരു ബിസിനസ് തുടങ്ങുക, ഒരു പള്ളി പണിയുകയാൽ 40 കോടി. ലക്ഷ്യമെന്താ? ഒരു കൊല്ലം കൊണ്ട് 400 മില്യൺ ആയിരിക്കാം, അല്ലേ? അത്രയും ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ അതിന് തയ്യാറാവില്ല. അറിയുമോ നിങ്ങൾക്ക്? ആ ഒരു പള്ളിക്ക് വേണ്ടി എന്റെ കയ്യിലുള്ള സിറാജ് പത്രം 2011 ഫെബ്രുവരി 14 മിഞ്ഞാന്ന് വന്ന ഈ ഒരു പത്രത്തിലൂടെ അതിന്റെ ഫസ്റ്റ് പേജിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്കതിന്റെ പരസ്യം കാണാനായി സാധിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഷഅറെ മുബാറക് മസ്ജിദ് എന്ന പേരിൽ ഈ പള്ളിയുടെ ഒരു പരസ്യം ഇങ്ങനെ നൽകിയപ്പോ അറിയുമോ നിങ്ങൾക്ക്? ആ പള്ളിക്ക് വേണ്ടി അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി പങ്കാളികളാകണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതി വച്ചിരിക്കുന്നു, നേർച്ചകൾ സംഭാവനകൾ നൽകി ഈ സദുദ്യമം വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതിന്റെ താഴെ കൊടുക്കുന്നു മർക്കസ് സഖാഫത്ത് സുന്നിയ കാരന്തൂരെന്ന്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കോ, ഇങ്ങനെ ഒരു പള്ളി പണിതിട്ടോ അതിന്റെ പേര് നിങ്ങളുടെ സംഭാവനകൾ വരണമെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ആശയപ്രശ്നം തോന്നിയിരിക്കാം. പിറ്റത്തെ ദിവസം അടവ് മാറ്റി രണ്ടാമത്തെ പത്രം ഇറങ്ങി വന്നപ്പോ അതേ ഇന്നലത്തെ പത്രമാണ് ഫെബ്രുവരി 15 അതേ സിറാജ് പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ കൊടുത്തപ്പോ ഒരു കാര്യം കൂടെ ചേർത്തു. ഓരോ വ്യക്തിയും 1000 രൂപ നൽകി ഈ സദുദ്യമത്തിൽ പങ്കാളികളാകണമെന്ന്. പാവപ്പെട്ടവന്റെ പണക്കാരന്റെ ആശയങ്ങളെ കീശയിലിട്ട് ചൂഷണം ചെയ്യുന്ന ഓ എന്റെ പുരോഹിത വർഗമേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞു, ആ പ്രവാചകന്റെ മുടിയുടെ പേര് പറഞ്ഞു അള്ളാഹുവിന്റെ പള്ളിക്ക് പകരം ഇതാ അജ്മീറിനെ പോലെ പൂജകൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പള്ളിയായിട്ട് മാറ്റാൻ ഇന്നിതാ കാരന്തൂരിന്റെ കീഴിൽ കോഴിക്കോട് 40 കോടിയുടെ ബിസിനസ്സിലേക്ക് പങ്കാളികളാകണോ? 1000 രൂപ വെച്ച് നിങ്ങളോട് ആവശ്യപ്പെടുമ്പോ അതിന് താഴെ ഒരു പ്രത്യേക കുറിപ്പ് കൂടെ NB എന്ന് പറഞ്ഞുകൊണ്ട് MO DD അയക്കുമ്പോൾ ഷഅറെ മുബാറക് മസ്ജിദ് എന്ന് രേഖപ്പെടുത്തണമെന്ന് കൂടെ പറഞ്ഞിട്ട് പണം തട്ടാനുള്ള ഏർപ്പാടുകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, എന്റെ പ്രവചനമായി വേണമെങ്കിൽ നിങ്ങൾ വെച്ചോ, ഞാനിത് പറയുകയാണ്. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു കാലഘട്ടത്തിൽ സാക്ഷാൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെങ്ങാനും ഇവിടെ നിന്ന് വേർപെട്ടു പോകുമ്പോ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ദർഗാ ഷരീഫ് ഉണ്ടാക്കാൻ ഈ സമൂഹം മടി കാണിക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭയപ്പെട്ടോ 1 10 പീസാക്കി കേരളത്തിന്റെ 10 മൂലകളിൽ മറമാടി 10 ദർഗ പൊന്തിച്ച് പണം തട്ടാൻ പോലും ഈ സമൂഹം മടിക്കില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ ബർക്കത്ത് കേൾക്കേണ്ട താമസം പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് വെള്ളം മുക്കി കൊടുക്കുമ്പോ എന്റെ മുസ്ലിം സമൂഹമേ ഉറക്കെ നിത്യേന അള്ളാഹുവിനോട് ദിവസേന അള്ളാഹുവിനോട് 5 നേരം പ്രാർത്ഥിച്ചോ. നാദാ, സംസം വെള്ളത്തിന്റെ അധികാരം ഒരിക്കലും നീ സമസ്തക്ക് കൊടുക്കല്ല അല്ലാ. സംസം വെള്ളത്തിന്റെ അധികാരം ഒരിക്കലും നീ സമസ്തക്ക് കൊടുക്കല്ല അല്ലാ. കോടാനു കോടികളാ, മില്യൺ കോടികളാ, കോടാനു കോടികൾ ഡോളർ കണക്കിന് വിൽപ്പന നടത്താൻ ഈ പുരോഹിത വർഗം അടികാണിക്കില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, നാഥാ സംസം വെള്ളത്തിന്റെ അധികാരം നീ ഇവർക്ക് നൽകല്ല റബ്ബേ.